പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീനയ്ക്ക് വീണ്ടും ശസ്ത്രക്രിയ. ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതിനാൽ ഇന്നലെ വീണ്ടും സ്വകാര്യ ആശുപത്രിയിൽ പരിശോധന നടത്തുകയായിരുന്നു. കത്രിക നീക്കം ചെയ്ത ഭാഗത്ത് വീണ്ടും കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് മാറ്റുന്നതിനായിട്ടാണ് ശസ്ത്രക്രിയ നടത്തുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, നീണ്ട നാളത്തെ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഹർഷീനയ്ക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും ദുരനുഭവം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ശസ്ത്രക്രിയ വീണ്ടും വേണ്ടി വന്നിരിക്കുന്നു. എന്തിനാണ് ഇനിയും ഒരു ശസ്ത്രക്രിയ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് ഇപ്പോൾ ഈ ആശുപത്രി അധികൃതർ അടക്കം പറയുന്നത്. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ നീണ്ട പോരാട്ടങ്ങളായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹർഷീന നടത്തിയത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ഹർഷീനയുടെ പോരാട്ടം ഏറെ ചർച്ചയായിരുന്നു. എന്നാൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങളായി വളരെയധികം ബുദ്ധിമുട്ടുകയായിരുന്നു ഹർഷീന. തുടർന്ന് ഇന്നലെ രാത്രി അവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് കത്രിക നീക്കം ചെയ്ത ഭാഗത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടിയതായി കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് ഈ കൊഴുപ്പ് മാറ്റുവാൻ വീണ്ടും ശസ്ത്രക്രിയ ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഹർഷീന പറയുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഏറെ വേദനകൾ അവർ സഹിച്ചു. ഇനി ഈ ശസ്ത്രക്രിയയ്ക്ക് തുക ലഭ്യമാവേണ്ടതുണ്ട്. അത് എങ്ങനെ ലഭ്യമാകും എന്നതിനെ കുറിച്ച് ഒരു അറിവുമില്ല എന്നൊരു കാര്യമാണ് ഹർഷീന വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും അവർ എടുത്തു പറയുന്നത് പലതവണ സർക്കാർ സംഭവവുമായി ബന്ധപ്പെട്ട് പിന്തുണ പ്രഖ്യാപിക്കുന്നതല്ലാതെ ഒരു സഹായവും ചെയ്തിട്ടില്ലെന്നും ഹർഷീന പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇനി സമരത്തിന് പോവാനുള്ള തീരുമാനത്തിലേക്കായിരിക്കും താൻ മുന്നോട്ട് പോവുക എന്നൊരു കാര്യമാണ് ഹർഷീന വ്യക്തമാക്കിയിരിക്കുന്നത്. രജനി, ദിസ്ന, നമുക്കിവിടെ ഒരു കാര്യം പറഞ്ഞോളൂ. ദിസ്ന പറഞ്ഞതുപോലെ തന്നെയാണ് കഴിഞ്ഞ ഈ ശസ്ത്രക്രിയ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് പണം ചെലവാകേണ്ടി വന്നു. വീണ്ടും ഒരു ശസ്ത്രക്രിയയിലേക്ക് കടക്കുമ്പോൾ അതിനുള്ള സാമ്പത്തികം പോലും ഈ ഹർഷീനയുടെ കുടുംബത്തിന് പോലുമില്ല. അതും ഇനി എങ്ങനെ ചെലവാക്കും എന്നുള്ള കാര്യത്തിലാണ് അവർക്ക് ഒരു ആശങ്കയുള്ളത്. അപ്പോൾ ഇപ്പോഴും സർക്കാർ അവരോടൊപ്പം ചേരുന്നുമില്ല. ഈ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു അനീതി ലഭിക്കാത്ത അവസ്ഥ തന്നെയാണ് തുടരുന്നത്. അങ്ങനെ ഈ ആരോഗ്യ പ്രശ്നവും കൂടെ വരുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും അവരുടെ മുന്നോട്ടുള്ള പോക്കുകൾ? തീർച്ചയായും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ചിടത്തോളം അതിജീവിതയടക്കം സമരം ചെയ്യുന്ന ഒരു രീതിയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഹർഷീനയുടെ സംഭവം തന്നെയാണ്. നിരവധി തവണ ഹർഷീനയ്ക്ക് വേദന വരികയും അവർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ ഹർഷീന വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ തങ്ങളുടെ കയ്യിൽ നിന്നും സാമ്പത്തികമായും പണം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സാധാരണ കുടുംബമാണ് ഹർഷീനയുടേത്. ഭർത്താവ് കൂലിപ്പണിയെടുത്ത് കുടുംബം പോറ്റുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരത്തിൽ ഒരു അനാസ്ഥയ്ക്ക് തങ്ങൾ പണം മുടക്കേണ്ടതായി വരുന്നു. കുട്ടികളുടെ പഠനം ഇതൊക്കെ തന്നെയും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ പണം നൽകാമെന്ന് വ്യക്തമാക്കുമ്പോഴും പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും ആരോഗ്യമന്ത്രി അടക്കം ഹർഷീനയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള സാമ്പത്തിക സഹായമോ ആനുകൂല്യമോ ഒന്നും തന്നെ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ ശസ്ത്രക്രിയയുമായി താൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊരു കാര്യം തന്നെയാണ് ഹർഷീന വ്യക്തമാക്കുന്നത്. രജനി, പ്രസവ ശസ്ത്രക്രിയയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീനയ്ക്ക് വീണ്ടും ശസ്ത്രക്രിയ വേണ്ടി വന്നിരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതിനാലാണ് ഇന്നലെ വീണ്ടും സ്വകാര്യ ആശുപത്രിയിൽ പരിശോധന നടത്തുകയും ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തത്. ഡിസ്നയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.